ഒരുപാട് കാര്യങ്ങൾ നടന്ന വളരെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഇന്ന് നമ്മൾ ഒബ്സഷൻ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി, സൈക്കോളജിക്കൽ ത്രില്ലർ. പിന്നെ നമ്മൾ വല്ലറ്റയിലൂടെ ഈ കാണുന്ന സ്ട്രീറ്റുകളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. ഇതുപോലെ ഒരുപാട് സുവനീർ ഷോപ്സിൽ നമ്മൾ പോയി. പിന്നെ ഇവിടെ കുറേ ഡയമണ്ട്സ്, ഗോൾഡ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് പടത്തിനെ പറ്റിയുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോവാം. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ഈ ഒരു പടം ഒബ്സഷൻ എന്ന് പറയുന്ന ഒരു പടം കാണണമെന്ന് എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഐക്കോണിക് മൂവിയാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് റിവ്യൂ, ഞാൻ ഒരുപാട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ഈ മുന്നിലേക്ക് പോവാം. നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് വരുമ്പോഴത്തേനും തന്നെ ഒരുപാട് പൂക്കളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ടിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ പൂക്കളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഈ മുന്നിലേക്ക് പോകുന്നതിനനുസരിച്ച് മുഴുവൻ പച്ചപ്പ് ഹരിതാപം ഇതുണ്ട്. ഓരോ വീടുകളുടെയൊക്കെ സ്ട്രക്ചറൊക്കെ കണ്ടോ. മേളത്തെ ബാൽക്കണിയുടെ സൈഡിലൊക്കെ ഗ്ലാസ് ഒക്കെ കൊടുത്ത്, മുമ്പിലൊക്കെ ചെറിയ ബഡ് ചെടികളൊക്കെ കൊടുത്ത്, ചെറിയ യെല്ലോ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡൊക്കെ കൊടുത്തിട്ട്, ചെറിയ വഴിവിളക്കുകളൊക്കെ വീടിന് മുമ്പിലൊക്കെ ആയിട്ട് കൊടുത്തിട്ട്, ചെറിയ ഗേറ്റുകളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു കുട്ടി കുട്ടി വീടുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് നമുക്ക് ബസ് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബസ് വരും. അത് പിടിച്ചിട്ട് നമുക്ക് വല്ലറ്റയിലേക്ക് പോകണം. നമ്മൾ സെൻട്രലിലേക്ക്, മാൾട്ടയുടെ സെൻട്രലിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ തിയേറ്റർ കേട്ടോ. എംബസി സിനിമാസ് എന്ന് പറയുന്ന തിയേറ്റർ കയറിയിട്ടാണ് നമ്മൾ പടം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ബസ്സിനായിട്ട് നമുക്ക് ഇങ്ങനെ പെയ്യെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ബസ്സിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ബസ് വന്ന് നമ്മൾ വല്ലറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ നമ്മൾ സ്ഥിരം കാണുന്ന പോലെ തന്നെയുള്ള കുറേ മോണുമെന്റുകൾ, കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ മറ്റൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതുണ്ട് കുതിരവണ്ടികൾ. ഞാൻ ചെന്ന സമയത്ത് തന്നെ ഒരു കുതിരവണ്ടിക്കാരന് ഓട്ടം കിട്ടി. അപ്പം ഇങ്ങനെ പുള്ളിയുടെ കുതിരവണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് അതുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഈ മുന്നിലത്തെ 2 ടയർ കണ്ടോ, അത് എങ്ങോട്ട് നമ്മൾ തിരിയുന്നോ, കുതിര എങ്ങോട്ട് തിരിയുന്നോ അതിനനുസരിച്ച് ആ ഡയറക്ഷൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. അതുകൊണ്ട് ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഈ കുതിരവണ്ടിക്കാരന്. അപ്പോൾ ഒരു കുതിര അങ്ങ് പോയി കേട്ടോ. അതുവരെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനായിട്ടുള്ള കട്ടച്ചങ്കായിട്ടുള്ളൊരു കുതിര അതിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു. ഭയങ്കര സങ്കടത്തോടെ നിൽക്കുന്നത് കാണാൻ, എന്നെയും കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ കുതിര ഒന്ന് ചാർജ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുതിരവണ്ടിക്കാരൻ ഒന്ന് കുറച്ച് മുന്നിലേക്ക് ഒന്ന് നിർത്തിയിട്ട് എനിക്ക് ഓട്ടം കിട്ടി എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള കുറേ കഴിവുള്ള കുറേ സ്ട്രീറ്റ് പെർഫോമൻസിനെയൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് നടക്കുമ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോവാം. നമുക്കിനി ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് എംബസി സിനിമാസിലേക്ക് പോകണം. അപ്പം നമ്മൾ ഈ പോകുന്ന വഴി, നമ്മുടെ ആ ഒരു തിയേറ്ററിലേക്ക് പോകുന്ന ആ ഒരു വഴികളാണ് കേട്ടോ ഈ കാണുന്ന മുഴുവൻ. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന കുറേ സ്റ്റിക്കർ കണ്ടോ. മൈക്കിള് ഞാൻ കണ്ടിരുന്നു അവിടെ തന്നെ പോയിട്ട്. ഇത് മാസ്റ്റേഴ്സ് യൂണിവേഴ്സ്, ഹീമാൻ, നമ്മുടെ മലയാളത്തിൽ ഉണ്ണിമുഖത്തിന് ഡബ് ചെയ്ത ഹീമാൻ, അങ്ങനെയൊക്കെ കുറേ പടങ്ങളൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പോസ്റ്റർ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് ഇവിടെ ഈ ഒരു സംഭവത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇതെന്താ സംഭവം അറിയോ? ഇതൊരു പ്രാവിൻ്റെ വീടാണ്. പ്രാവിന് കൊടുത്തിരിക്കുന്ന വീട്. നമ്മൾ പല ഇതിനും നമ്മൾ വീട് ഓപ്പൺ ആയിട്ടുള്ള ഒരു വീടാണ്. പ്രാവിൻ്റെ കൂടെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് പ്രത്യേകിച്ച് അടവോ ഒന്നുമില്ല. എന്നിട്ടും ആ പ്രാവ് ഒരു ജോഡിയുണ്ട് കേട്ടോ ഈ പ്രാവിന്. ഇത് ആ പുറകെ നിൽക്കുന്നത് കണ്ടോ, അതാണ് പെൺപ്രാവ്. ആദ്യം പോയതില്ലേ, അതാണ് ആൺപ്രാവ്. അങ്ങനെ 2 പ്രാവുകളും കൂടെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അധിവസിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. മേൽക്കൂര ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നല്ല രസമായിട്ട് അവരവിടെ തന്നെ അനുസരണയോടെ ആ വീട്ടിൽ അവർ ആ ഒരു വീടിനകത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് 1:20 നമ്മുടെ ഷോ. ഇപ്പം 12 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് 1:20 ഷോ. അപ്പോഴത്തേക്ക് നമുക്ക് അത്രയും സമയം, കുറച്ച് സമയമുണ്ട്. ആ സമയം നമുക്ക് ഈ ഒരു പാർക്കിൽ ചെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല രസമുള്ളൊരു പാർക്കായിരുന്നു. മൊത്തം ഗ്രീനറിയാണ് കേട്ടോ. നമ്മൾ മുകളിലും താഴെയും ഒക്കെ നല്ല പച്ചപ്പും ഹരിതാപയൊക്കെ കൊടുത്തിട്ട്, പിന്നെ ഞാൻ ഈ പറഞ്ഞ തന്നെ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരു വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ ഫാമിലി ആയിട്ട്, ഫ്രണ്ട്സ് ആയിട്ട് വന്ന് ആ ഒരു പാർക്കിലേക്ക് റെസ്റ്റ് എടുക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ സമയമായിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ 1:20 ആയിട്ടുണ്ട്. 1:20 നമ്മുടെ ഷോ. അപ്പോൾ 1:15 കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ നമ്മുടെ തിയേറ്ററിലേക്ക് പോയിട്ട് നമ്മുടെ പടം കാണാനുള്ള പരിപാടികൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഈ വഴിയിലേക്ക് നമ്മൾ ആ ഒരു എംബസി സിനിമാസ്, നമ്മുടെ ആ ഒരു തിയേറ്ററിലേക്ക് പോകുന്ന ആ ഒരു വഴിക്ക് തന്നെ ഇവിടെ ഒരുപാട് വഴിക്കച്ചവടക്കാർ, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. സ്ട്രീറ്റിലൊക്കെ നല്ല തിരക്കാണ്. എപ്പം വന്നാലും ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള ഏരിയ ആണ് കേട്ടോ. ഇതുണ്ട് കുറേ സുവനീർ ഷോപ്സ് ഒക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ചെറിയ മാല, കമ്മല്, ചെറിയ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ഈ മാൾട്ടയിലേക്ക് വന്നിട്ട് എന്നും ഒരു ടൂറിസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിക്കുള്ള അങ്ങനത്തെ കുറേ സുവനീർസ് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അത് വാങ്ങിക്കാനായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. എല്ലാ ഒരു വഴിക്കച്ചവടക്കാർക്കും നല്ല തിരക്കാണ്. അപ്പം നമുക്ക് ഓർത്ത് നോക്കിയാൽ എന്തോരം ആളുകൾ ഇവിടെ വരുന്നുണ്ടെന്ന്. ഓരോ ആളുകളുടെയും മുന്നിൽ വാങ്ങിക്കാനായിട്ട്, അവരുടെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആളുകൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറേ കഴിവുള്ള കുറേ കലാകാരന്മാരുണ്ട് കേട്ടോ. ഇദ്ദേഹം തന്നെ വരച്ച ചിത്രങ്ങളാണ്. അതിങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ കല്ല് കാണാൻ വേണ്ടി പറ്റും കേട്ടോ.
ഇത് എന്നാ സംഭവം അറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ടില്ലായിരുന്നു ചെറിയ ഈ ചില്ലുകുപ്പിക്കകത്തൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായി ഈ ചില്ലുകുപ്പിക്കകത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ കല്ല് നിറച്ച് വെക്കും. അത് നമ്മുടെ ഒരു ഹോബി ആയിരുന്നു കേട്ടോ. ഇതൊരു വമ്പൻ ഹോബി, വേൾഡ് വൈഡ് ഹോബിയാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് കേട്ടോ മനസ്സിലാക്കുന്നത്. ഇതുണ്ട കുറേ വെറൈറ്റി കല്ലുകളൊക്കെ ഉണ്ട്, നമുക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നമുക്ക് പിറക്കി ഇതിനകത്ത് നിന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു സംഭവം കൊണ്ട് നെയിം ഓൺ ചെയിൻ, അതായത് ഇവിടെ ചെയിൻ നമ്മൾ ഈ ഗേൾസ് ഒക്കെ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ചെയിനാണ്. അപ്പം ഈ ചെയിനിന്റെ ഇവിടെ പേര് എഴുതി തരും. അപ്പോഴത്തേക്കും നമ്മളിങ്ങനെ കഴുത്തിലിടുമ്പോൾ ആരും വന്ന് എന്നാ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല, ചങ്കിലേക്ക് നോക്കിയിട്ട് വായിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ കുറെ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എല്ലായിടത്തും റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും നല്ല ക്ഷമയോടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സമയം നമുക്കായിട്ടുണ്ട്. നമുക്ക് പതിയെ 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 പോയി നമുക്ക് എംബസി സിനിമാസിലേക്ക് നമുക്ക് പോയി പടം കാണാനുള്ള പരിപാടികൾ നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ എംബസി സിനിമാസിലേക്ക് പോകുന്ന ആ ഒരു വഴികളാണ് കേട്ടോ ഈ കാണുന്ന മുഴുവൻ. നമ്മൾ അവിടുന്ന് കുറച്ച് ലെഫ്റ്റ്, ആ ഒരു വല്ലറ്റിൽ നിന്ന് കുറച്ച് ലെഫ്റ്റ് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഒരു സിനിമാസിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ഫിലിം തിയേറ്റർ മാത്രമല്ല, ഇവിടെ അജണ്ട ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഷോപ്പ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ കോസ്റ്റ കോഫി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോഫി ഷോപ്പ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണം. നമുക്ക് -3-ലാണ് കേട്ടോ ഈ ഒരു സിനിമാസ്. മുകളിലല്ല, താഴെയാണ്, ഭൂമിക്കടിയിലാണ് ഈ ഒരു സിനിമാസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ലിഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഒക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, കാര്യം കുറേ തിരക്കുള്ള ഒരു സമയമാണല്ലോ, ഞായറാഴ്ചയൊക്കെയാണല്ലോ. അതുകൊണ്ട് ലിഫ്റ്റ് എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ 0യിലേക്ക് നമ്മൾ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പതിയെ ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് -3 ഒക്കെ ഞെക്കി നമുക്ക് താഴെ എംബസി സിനിമാസിലേക്ക് യാത്ര ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പതിയെ -3 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ ഇനി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലിഫ്റ്റ് അങ്ങ് താഴെ എത്തണം. അടിയിലേക്കാണ് പോകുന്നത്, മുകളിലേക്കല്ല, അടിയിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ക്ലിയർ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇത് നമ്മൾ എംബസി സിനിമാസിന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇവിടുത്തെ കുറേ സിനിമാസ് ഇവിടെ ഉണ്ട്. കുറേ ഷോസ് ഇവിടെ ഉണ്ട്, സ്ക്രീൻസ് ഉണ്ട്. അപ്പോഴത്തേക്കും ഇവിടെ ഇപ്പം ഷോ ചെയ്യുന്ന കുറേ സിനിമകളുടെയൊക്കെ കുറേ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല വൃത്തിയുള്ളൊരു തിയേറ്റർ ഉണ്ടാകും കേട്ടോ. നല്ല വൃത്തി, നല്ല വെടിപ്പ്, ഒന്നും പറയാനില്ല. നമ്മൾ എവിടെ നോക്കിയാലും നല്ല ക്ലീൻനെസ് ആണ്. അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. സ്റ്റാഫൊക്കെ ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇവിടെ ഇങ്ങനത്തെ കുറേ നമുക്ക് എന്തെങ്കിലും കോഫി, എന്താ പറയുക, പോപ്കോൺ ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഷോപ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. എല്ലാ തിയേറ്ററിലും ഉള്ള പോലെ തന്നെ. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒരു ഗ്രാൻഡ് ആയിട്ടാണ് ഇവരെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ. എല്ലാം പച്ചയും യെല്ലോയും ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുള്ള, എന്താ പറയുക, കാപ്പിപ്പൊടി ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുള്ള കുറേ കളറിൻ്റെ മിക്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു സ്റ്റാഫ് വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ പടം കാണാൻ വന്നതാണോ, എന്നാൽ പിന്നെ കയറി കണ്ടൂടെ എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ബാർകോഡൊക്കെ കാണിച്ചിട്ട് ഞാൻ ഉള്ളിലേക്ക് പടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ ഈ വഴി സ്ക്രീൻ 2-ലാണ് നമ്മുടെ പടം കേട്ടോ, ഒബ്സഷൻ നടക്കുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു സ്ക്രീൻ 2ലേക്ക് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. നല്ല ഇരുണ്ട വഴികൾ. നമ്മുടെ ലെഫ്റ്റായിട്ട് സ്ക്രീൻ 1 കാണാൻ വേണ്ടി പറ്റുന്നത് സ്ക്രീൻ 2. നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമ്മൾ നല്ലൊരു സീറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട്. 8ാം നമ്പർ സീറ്റിലാണ്, G8 G റോയിൽ 8ാം നമ്പർ സീറ്റിലാണ് കേട്ടോ നമ്മൾ വന്നിരുന്നിരിക്കുന്നത്. നല്ല മനോഹരമായൊരു തിയേറ്റർ, ചെറിയൊരു തിയേറ്ററാണ്, അത്ര വലിയ വലുപ്പമൊന്നും നമുക്ക് പറയാനില്ല. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എല്ലാ ഏരിയയും നല്ല ഇതിലൊക്കെ ആണെങ്കിൽ നല്ല സോഫ, ആ ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മുമ്പിൽ ഈ കാണുന്ന പോലെ ചെറിയ തിയേറ്ററാണ്, അത്ര വലിയ, നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അത്ര വലുപ്പമുള്ള ഒരു തിയേറ്റർ എന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷേ ചെറിയൊരു തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ആംബിയൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. ഇതുണ്ട്, ഇതാണ് സ്ക്രീനിൻ്റെ ഒക്കെ ക്വാളിറ്റി. ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണ്. ആ സ്ക്രീനിൻ്റെ ഒക്കെ ക്വാളിറ്റി ഉണ്ടോ, അത്രയും നല്ല ക്വാളിറ്റിയിൽ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പടം കാണുമ്പോൾ നല്ലൊരു വൈബിൽ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ പടം കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു പടമായിരുന്നു കേട്ടോ. ഒബ്സഷന്റെ ഒരു റിവ്യൂ നമ്മളിത് ഉടനെ നമുക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പുറത്ത് ഇരുന്നിട്ട് നമുക്ക് അതിന്റെ റിവ്യൂ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മൾ എംബസി സിനിമ പടമൊക്കെ കണ്ട് നമ്മൾ പെയ്യെ പുറത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകളെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ മുമ്പിലായിട്ട് കാണുന്ന ഈ 2 പേരെ കണ്ടോ. ഈ 2 പേര് പടം ഇറങ്ങിയപ്പോൾ തൊട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലെ ഈ അശ്വന്ത് കോക്കൊക്കെ നമ്മുടെ റിവ്യൂ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക വലിയ കാര്യമായിട്ട്. ഈ പടം അങ്ങനെ ശരിയായില്ല, ആ പടത്തിന്റെ ആ ഒരു രീതി, ആ കട്ട് ശരിയായില്ല, ഈ ഒരു ആംഗിളിൽ അത് എടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാണേ, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള സിനിമ പ്രാന്തന്മാരുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ റിവ്യൂ നോക്കാം കേട്ടോ. നമുക്ക് ഈ സൈഡിൽ ചെന്നിട്ട് നമുക്ക് ഇതിന്റെ റിവ്യൂ പറയാം. നമ്മളിത് ഒബ്സഷൻ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് നേരെ വന്നതേ ഉള്ളൂ കേട്ടോ. ജെനുവിൻ ആയിട്ടുള്ള ഈ പടത്തിനെ പറ്റിയുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ മേക്കിംഗ് വൈസ് ഈ പടം ഒന്നും പറയാനില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പടം. ഇതിന്റെ ഡയറക്ടറിന്റെ ആദ്യത്തെ മൂവിയാണിത്. ഓക്കെ, അദ്ദേഹം ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന് പറയുന്നു. അപ്പം ഇത് ആദ്യമായിട്ട് ഒരു മൂവി മേക്ക് ചെയ്യുന്ന ഒരാളുടെ ഒരു സ്ട്രാറ്റജി, അദ്ദേഹത്തിന്റെ സീൻ ബൈ സീൻ കട്ട്സ് ഒന്നും അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ജെന്യൂൻ ആയിട്ട് ആർട്ടിസ്റ്റിക്കലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇതിനകത്ത് ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒത്തിരി പരിപാടികളുണ്ട്. ഇതിനകത്ത് മെയിൻ ഒരു കഥ എന്താണെന്നറിയോ, അങ്ങനെ കഥ പറയുന്നില്ല, ഞാൻ സ്പോയിലർ ആക്കുന്നില്ല. എന്നാലും അതായത് നമുക്കൊരാളോടൊരു
ഒരു ഇഷ്ടം തോന്നുമല്ലോ നമുക്ക്. നമ്മളെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ നമുക്ക് ഒരാളോട് ഒരു ക്രഷ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ ഈ നമുക്ക് ക്രഷൊക്കെ ഇങ്ങനെ തോന്നുന്ന ആളുകൾ നമ്മളോട് തിരിച്ച് അത് അവർക്ക് തോന്നിയാൽ, അത് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് തോന്നിയാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് നമ്മുടെ ജീവിതം തന്നെ അവസാനിക്കും. ആ ഒരു സംഭവമാണ് ഇതിനകത്ത് ഇവരൊരു ഫിലിം ഫോർമാറ്റിൽ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് മാത്രമല്ല, ഇത് അടിപൊളിയാക്കിയാണ് ഇവർ ഇതിന് മേക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിനകത്ത് ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, മെയിൻ ലീഡ് ചെയ്ത ആക്ടർ ആക്ട്രസിന്റെ എല്ലാം പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുകൾ എല്ലാവരുടെയും പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ പടത്തിൽ വരും. അതായത് നമ്മൾ വിചാരിക്കും ഈ ചില ക്യാരക്ടറൊക്കെ വന്ന് പോകുമ്പോഴത്തേനുണ്ടല്ലോ, എന്നാൽ പിന്നെ ഇവര് അവസാനം എന്തെങ്കിലുമൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസിലേക്ക് ഇവരെ കൊണ്ടുപോയി ഈ കഥയെ കൊണ്ടുപോയിരിക്കുന്നൊക്കെ. അല്ലല്ലല്ല, പണം കണ്ടവർക്ക് ഞാനീ പറഞ്ഞു തന്നെ അത് കത്തും കേട്ടോ. മെയിനായിട്ട് കൂടെ നിൽക്കുന്നവർക്കൊക്കെയാണ് അവസാനം നല്ല പണി കിട്ടുന്നത്. അങ്ങനെ നല്ല രീതിക്കുള്ള അങ്ങനത്തെ ഒരു മേക്കിംഗ് കൊടുത്തിരിക്കുന്ന നല്ലൊരു പടമാണ് കിട്ടുന്നത്. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് എടുത്തു പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമോഷൻസിനെ കൺവേ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ അടിപൊളിയായിട്ടുണ്ട്. അതായത് ഒരു ഏറ്റവും ഈ അഭിനയത്തിൽ പാടുള്ള പരിപാടി എന്താണെന്നറിയോ, അതിന്റെ ഇമോഷൻസ് ഫുൾ ഓഫ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ചില കാര്യങ്ങളൊക്കെ അഭിനയിച്ചൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ ട്രോളുകളും ഒക്കെ ചെയ്യില്ലേ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കത്തില്ല. അതായത് അവർ ഉള്ളിൽ തട്ടിയായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സീൻ ഇപ്പൊ ഞാൻ ചെയ്യാന്നിരിക്കട്ടെ, ഞാൻ ഭയങ്കര ഉള്ളിൽ തട്ടി ഭയങ്കര ഇതായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത് കാണുന്ന ആളുകൾക്ക് ഒരിക്കലും ചിലപ്പോൾ അത് തോന്നില്ല. ഞാൻ അവിടെ തീരെ തോന്നാൻ വഴിയില്ല. അപ്പൊ അത് തോന്നത്തില്ല. അപ്പൊ ഈ തോന്നാതിരിക്കുമ്പോൾ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആളുകളുമായി കണക്ട് ചെയ്തില്ല. അപ്പൊ ഈ തോന്നിക്കുന്ന നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഓവർ എക്സ്പ്രസ്ഡ് ആയിട്ട് നമുക്ക് ഒരു വ്യക്തിയെ കൊണ്ട് നമുക്ക് അതിനെ തോന്നിപ്പിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ തോന്നിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ഓവർ എക്സ്പ്രസ്ഡ് അല്ലാതെ നമ്മുടെ ലാലേട്ടനെ പോലെ വളരെ മൈന്യൂട്ടായിട്ട് ചെയ്തിട്ട് ആളുകളെ കൊണ്ട് നല്ലത് പറയിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ ഈ പടത്തെ നോക്കുവാണെങ്കിൽ, ഇതിന്റെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇമോഷനെ ഫുൾ ഓഫ് ചെയ്യാനായിട്ട് ഇവർക്ക് നന്നായിട്ട് നല്ല രീതിക്ക് തന്നെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും പറയാനില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ പടത്തിന് ഫുൾ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ എഡിറ്റ്സ്, ഈ പടത്തിന്റെ എഡിറ്റിംഗ് നമ്മൾ എടുത്ത് പറയേണ്ട കേസാണ് കേട്ടോ. നമ്മൾ ഈ പലപ്പോഴും ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ പോലും, നമ്മൾ നിസ്സാര ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്താണെന്നറിയോ, നമ്മൾ കുറേ സീക്വൻസ് എടുത്ത് കാണും. എന്റെ ചാനലിലേക്കാണെങ്കിൽ ഞാൻ വ്ലോഗ് ചെയ്യുന്ന സമയത്തൊക്കെയാണെങ്കിൽ നമ്മൾ കുറേ എടുക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് കട്ട് ചെയ്യാൻ മടിയാ, നമുക്കൊന്ന് അവിടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ നമുക്ക് മടിയാ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗം നമ്മൾ അത്രയും ഇട്ട എഫേർട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണും അല്ലേ. എന്ന് പറഞ്ഞാലാണ് ഈ പടത്തിലൊക്കെ എത്രയോ സീൻസ് ഒരു ഷൂട്ട് ചെയ്താണ്. ഇതിനകത്ത് ചില കട്ട്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, പിന്നെ നമ്മൾ ജംസ്കെയറിനെ പറ്റി പറയാൻ, അതായത് വളരെ സൈലന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ പെട്ടെന്ന് ബും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹൊറർ മൂവീസിലൊക്കെ പൊതുവെ കാണുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അത് വളരെ കുറച്ചേ ഇതിനകത്തുള്ളൂ. ഇതൊരു ഹൊറർ മൂഡിലുള്ള ഒരു പടമാണെങ്കിലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര കുറവായിട്ടാണ് ജംസ്കെയർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ കൊടുത്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോഴും ആ ഒരു തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നോളൂ. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തന്നെ അതിന്റെ റിവ്യൂ പറയുവാണെങ്കിൽ പിന്നെ അങ്ങനെ ആ ഒരു വൈബിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് തിയേറ്ററിൽ നിന്ന് ഇവിടെയായിരുന്നു തിയേറ്റർ ഞാൻ കാണിച്ചത്. അവിടെ നിന്ന് ഞാനിങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇരുന്ന് ഈ സ്റ്റെപ്പ് ഇരുന്ന് തന്നെ ഇതിന്റെ റിവ്യൂ ഒന്ന് പറയുക. അപ്പോഴല്ല അതിന്റെ ഒരു സെറ്റപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതൊക്കെയാണ് ഈ പടത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എന്തുപോലും കാണാത്തോടെങ്കിൽ എന്തുപോലും ഈ പടം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒബ്സഷൻ ഒരു പീക്ക് ലെവൽ ഓഫ് ഒരു സംഭവമാണ്, ഒരു ഫീൽ വരുന്നൊരു പടമാണ്. അപ്പൊ നമുക്ക് ഇതുവഴി നമ്മൾ ഇവിടം വരെ വന്നിരുന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പടം കണ്ടിറങ്ങിയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടുത്തെ വല്ലത്തിലെ ബാക്കി കാഴ്ചകളിലേക്ക് കൂടെ ഒന്ന് പോകാം കേട്ടോ. നമ്മുടെ സ്ട്രീറ്റിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകളെയൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. കാര്യം ഈ ഒരു സമയമാണല്ലോ, ഈ ഒരു സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ നല്ല തിരക്കൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സമയമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. സ്വർണത്തിന്റെയൊക്കെ വില കൂടിയതിന്റെ സാഹചര്യത്തിൽ നമുക്കിനി ഒരു സ്വർണം വജ്രം ഒക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകാം കേട്ടോ. ഇത് കൊടുത്തിരിക്കുന്നത് കണ്ടോ, അതായത് പബ്ലിക് നടക്കുന്ന വഴിയാണേ, അവിടെയാണ് ഈ ഒരു ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതെന്ന് ഓർക്കണേ. ഉണ്ട് കുറേ പച്ച നീല ചുവപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വജ്രക്കല്ലുകൾ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള, ഇത് തന്നെ ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഇതൊക്കെ ഒറിജിനൽ ആയിരിക്കാം, പക്ഷെ ഇതൊന്നും കല്ലൊന്നും ഒറിജിനൽ ആയിരിക്കാൻ വഴിയില്ല. വജ്രക്കല്ലുകളൊക്കെ അതൊരു ചാൻസ് ഇല്ല. പക്ഷേ ഈ സ്വർണ്ണമൊക്കെ ഒറിജിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുണ്ടോ, പച്ചക്കടലിലുള്ള ഡിസൈൻസ് കൊടുത്തിരിക്കുന്ന ചെറിയ മോതിരങ്ങള്, മാലകള്, അങ്ങനെ ചെറിയ ചെറിയ വളകള്, കമ്മലുകള്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ആ ഒരു മോൾഡിന്റെ ഒരു ആകൃതി തന്നെ, ആ കഴുത്തിലെ ഞരമ്പ് വരെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് അതൊരു മനുഷ്യൻ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും. ഇവിടെ കാണുന്നത് ചുവപ്പ് കല്ലുകളിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരു മാലയാണ് കേട്ടോ, നെക്ലേഴ്സ്. പിന്നെ നമ്മുടെ ഈ തലമുടിയിലേക്ക് വന്ന ക്ലിപ്പ് പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ചെറിയൊരു വള. പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സ്വർണ്ണക്കടയിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള വലിയ മാലയും ഒക്കെയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അതൊക്കെ കണ്ടു. നമ്മളിത് സ്ട്രീറ്റിലൂടെ കുറച്ചും കൂടെ മുന്നിലേക്ക് നടക്കുകയാണ്.
നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് മനുഷ്യർ, ഒരുപാട് ടൂറിസ്റ്റുകൾ. ഇതൊക്കെ ഇവരൊക്കെ ഈ നടക്കുന്നവരൊക്കെ പല രാജ്യങ്ങളിലും, ഫ്രാൻസിൽ നിന്ന് വന്നവരായിരിക്കാം, ജർമ്മനിയിൽ നിന്ന് വന്നവരായിരിക്കാം. ഓരോരുത്തർ സംസാരിക്കുന്ന ഓരോ ലാംഗ്വേജ് ആണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർക്കൊക്കെ എവിടുന്നൊക്കെയോ, ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്നും വന്നവരാണ്. അപ്പോഴേക്ക് നമ്മൾ നടന്ന് നമ്മൾ വല്ലറ്റിൽ താഴത്തെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേനും നമുക്കിവിടെ എല്ലാ പ്രാവശ്യവും, എല്ലാ ദിവസവും നമുക്കിവിടെ നമുക്ക് വലിയ വലിയ ക്രൂസ് ഷിപ്പുകളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇന്ന് വന്നപ്പോഴത്തേനും ഇവിടെ ഒരു ക്രൂസ് ഷിപ്പ് ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് ക്രൂസ് ഷിപ്പ് പോലെ തോന്നിക്കുന്നതാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു എല്ലാവരും കൂടെ വന്ന് യാത്ര ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതുണ്ട്, ഇവിടെ ഒരു ഹെലികോപ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് മണ്ടയിൽ ഒരു ഹെലിപ്പാഡ്, ഒരു ഹെലികോപ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് മുമ്പിലായിട്ട് ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ താഴെ മുഴുവൻ വെള്ളം, ഉപ്പുവെള്ളം, അതിനുള്ളിൽ നല്ല തെളിഞ്ഞ വെള്ളം. അതിനകത്ത് അവർ നൈസായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു. അതാണ് അവ കാണുന്ന കാഴ്ച കേട്ടോ. ഇതൊക്കെ പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. നമ്മൾ പടം കാണാൻ വേണ്ടി നമ്മൾ പല കാഴ്ചകളിലൂടെ നമ്മൾ പോയി. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.